വർഗീയത പറയുന്ന ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇപ്പോൾ പള്ളികളും മറ്റു സ്ഥലങ്ങളുമൊക്കെ തോണ്ടി നോക്കി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വളരെ ഗതികെട്ടൊരവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അത്തരം വർഗീയത ഉണ്ടാക്കുന്ന ആളുകളോട് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, വർഗീയത നിങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങൾ ഒരു പള്ളി പൊളിച്ച് ഒരു അമ്പലമാക്കി മാറ്റിയാൽ അവിടെ പോയി ആരാധന കർമ്മം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവും? അതായത് നിങ്ങളെ ദൈവത്തിനെ നിങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത് ഒരുപാട് ആളുകളെ ദുഃഖത്തിലാഴ്ത്തിയാണ് അല്ലേ? കാരണം സ്വന്തമായിട്ട് പൈസ കൊടുത്തൊരു സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു ദൈവത്തിനെ ഇരുത്താൻ പോലും തയ്യാറില്ലാത്ത ഭക്തന്മാർ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിനെ ഇരുത്താൻ വേണ്ടിയിട്ട് ആളുകളെ കൊല്ലുകയും ആളുകളെ അടിച്ചമർത്തുകയും ആളുകളുടെ സ്ഥലങ്ങൾ കയ്യേറുകയും ബിൽഡിങ്ങുകൾ പൊളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ദൈവം നിങ്ങളോട് പറയുകയാണ്, പൊളിച്ചോ, ഞാൻ ഇവിടെ ഇരിക്കും, എനിക്കിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൊളിച്ചോ എന്ന് പറഞ്ഞിട്ട് പൊളിക്കുന്ന നിങ്ങൾ. അങ്ങനെ പൊളിക്കാനുള്ള വല്ല കരാറും അഭിപ്രായവും അതിനെക്കുറിച്ച് വല്ലതും നിയമങ്ങളോ വേദങ്ങളിലോ നിങ്ങളുടെ ഏതെങ്കിലും പുസ്തകങ്ങളിലോ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? മറ്റ് മതസ്ഥരുടെ സ്ഥലങ്ങളും കാര്യങ്ങളിലൊക്കെ പോയി തലയിട്ട് അവിടെയൊക്കെ ചൊറയുണ്ടാക്കിയിട്ട് ഒരു കച്ചറകളായിട്ട് ജീവിക്കണം എന്ന് വല്ല എഴുത്തും അഭിപ്രായവും ആരെങ്കിലും പറഞ്ഞതായിട്ടുണ്ടോ? അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നാറികളും ചെറ്റകളുമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന RSS BJP പ്രവർത്തനങ്ങൾ അവർ ഹിന്ദുക്കളെ കുരങ്ങ് കളിപ്പിക്കുകയാണ് എന്ന് ഒരുവിധം ഹിന്ദുക്കളിൽപ്പെട്ട കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാം. അപ്പം മറ്റു ചില ആളുകൾക്ക് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അമ്പലത്തിന് വേണ്ടിയിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുള്ളത് കൊണ്ടാണ് ഹിന്ദു മതം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്